الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد രക്ഷിതാക്കളുടെ അതല്ലെങ്കിൽ മുതിർന്നവരുടെ അവതരണങ്ങളും പരിപാടികളും വീക്ഷിക്കലല്ല ഒത്തുചേർന്നതിൻ്റെ ഉദ്ദേശ്യം എന്ന നല്ല ബോധ്യമുണ്ട്. ആദരണീയരായ സയ്യിദ് അവറുകളും പ്രിയപ്പെട്ട ഡോക്ടർ അഷ്കർ സാറും എല്ലാം സൂചിപ്പിച്ചത് വളരെ പ്രതീക്ഷയോടെയാണ് ഏതൊരു രക്ഷിതാവിനെ പോലെയും നാമും നമ്മുടെ മക്കളെ വളർത്തുകയും സമീപിക്കുകയും ചെയ്യുന്നത് എന്നതാണ്. നൗഫൽ സാർ സൂചിപ്പിച്ചത് ബെസ്റ്റിനെ ബെസ്റ്റാക്കുന്നത് ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് വെക്കുന്ന അതല്ലെങ്കിൽ താല്പര്യപ്പെടുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മക്കൾക്ക് ഭൗതികമായ വകതിരിവ് നൽകുന്നതോടൊപ്പം ഒരു സ്പിരിച്വൽ മൈൻഡും കമ്മിറ്റ്മെൻറ്റും ഉണ്ടാക്കുക എന്നതാണ്. ആ ഒരർത്ഥത്തിൽ ബെസ്റ്റിനെ സമീപിച്ച എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നാം തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, എത്രയോ ദമ്പതികൾ വളരെ നിരാശയിലാണ്. അവരുടെ നിരാശയ്ക്ക് നിദാനമായിട്ടുള്ളത് ദാമ്പത്യം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു കുഞ്ഞിക്കാല് ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല എന്ന നിരാശ. അതേസമയം നമ്മൾ അതിൽ സന്തുഷ്ടരാണ്, സന്തോഷവാന്മാരാണ്. എന്താണ് നമുക്ക് ഈ കുഞ്ഞിക്കാല് കാണാൻ, അവരുടെ ലാളനകളും ചിരികളും തമാശകളും അനുഭവിക്കാൻ കഴിഞ്ഞു? അൽഹംദുലില്ലാഹ്. നേരത്തെ സൂചിപ്പിച്ച സ്പിരിച്വൽ മൈൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന, അതിനുവേണ്ടി ബെസ്റ്റിനെ സെലക്ട് ചെയ്ത രക്ഷിതാക്കളാകുന്ന നാം തിരിച്ചറിയേണ്ടത്, അനേകം ആളുകൾക്ക് ലഭിച്ചിട്ടില്ലാത്തൊരു സൗഭാഗ്യം എനിക്കെൻ്റെ സ്രഷ്ടാവ് നൽകിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ എൻ്റെ സൃഷ്ടാവ് എന്നിൽ ഒരു അമാനത്ത്, ഒരു സൂക്ഷിപ്പ് സ്വത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മക്കൾ. തിരുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഏതൊരു കുഞ്ഞും പിറന്നു വീഴുന്നത് സംശുദ്ധമായ, നമ്മളുടെ മക്കളെക്കുറിച്ച് നമുക്കുള്ള സ്വപ്നങ്ങൾ വിവിധ തലങ്ങളിലാണ്. പ്രൊഫഷണൽ രംഗത്ത് വേണം, നല്ല ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആവണം, തുടങ്ങി നല്ലൊരു പണ്ഡിതനാവണം, തുടങ്ങിയുള്ള വിവിധങ്ങളായ സ്വപ്നങ്ങൾ എല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ഭൂമുഖത്തേക്ക് ഏതൊരു കുഞ്ഞും പിറന്നു വീഴുന്നത്. പിന്നീട് ഇവരാരാണ് വഴികളിൽ നിന്ന് റാഞ്ചിയെടുക്കുന്നത്? ആദരണീയരായ സയ്യിദ് അവറുകൾ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ചു, ആധുനിക വർത്തമാനകാലത്ത് നമ്മോട് മീഡിയകൾ സംവദിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളിൽ പ്രത്യക്ഷപ്പെടുന്ന ക്രിമിനലുകളുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുമ്പോൾ ഒട്ടും പിറകിലല്ല. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞവർ വരെ പ്രതികളായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയാണ് പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചു, ആ കുട്ടി വളരുന്ന പാശ്ചാത്തലം വളരെ പ്രധാനമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, നാമും നമ്മുടെ മക്കളും വളരുന്നത് അത്ര പൂർവകാലത്തെ അപേക്ഷിച്ച് ശുഭകരമായ നല്ലൊരു പ്രതലത്തിലല്ല. ഇത് ഭീതിപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, മറിച്ച് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും
നാം വളർത്തിയെടുക്കുന്ന നമ്മുടെ മക്കളുടെ, കുഞ്ഞുങ്ങളുടെ ജീവിത ചുറ്റുപാടുകളും കാമ്പസ് പരിസരങ്ങളും എല്ലാം നമുക്ക് കൃത്യമായ നിരീക്ഷണവും നല്ല ഫ്രണ്ട്ലി ആയിക്കൊണ്ടുള്ള സൗഹൃദപരമായുള്ള തിരുത്തലുകളും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ്, കാലാവസ്ഥയിലാണ് നാം വളരുന്നത് എന്നതാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബേസിക്കലി കൊടുക്കാനുള്ള വിദ്യാഭ്യാസപരമായി നാം നൽകാനുള്ള നല്ലൊരു കാമ്പസ് സിസ്റ്റത്തെ, സംവിധാനത്തെ നാം തിരഞ്ഞെടുത്തു. അതിൻ്റെ ഒരു അനുകരണങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച നമ്മുടെ വീടുകളിലും, അതവരുടെ ഡ്രസ് കോഡിലാണെങ്കിലും ഹെയർ സ്റ്റൈലിലാണെങ്കിലും സംസാരത്തിൻ്റെ ട്യൂണിലടക്കം അത് നാം കീപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിച്ച് അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ചിട്ടുള്ള ഈ അമാനത്ത് അത് പൂർണ്ണാർത്ഥത്തിൽ അവൻ്റെ പൊരുത്തത്തിലായി വളർത്തിയെടുത്ത് സമൂഹത്തിനും സമുദായത്തിനും നാടിനും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കും വിധത്തിൽ വളർത്തിയെടുക്കുവാൻ സർവശക്തൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് അസ്സലാമു അലൈക്കും.